ബ്യൂട്ടി സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ലാക്മേ അക്കാഡമിയിലെ മോഹന മാം ആണ്. അപ്പോൾ മാം നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇന്ന് മാം നമുക്ക് വേണ്ടി എന്താണ് കാണിക്കാൻ പോകുന്നത്? ഞാനിപ്പോൾ ബ്രൈഡലിന്റെ ഹെയർ സ്റ്റൈൽ ആണ്. ബ്രൈഡലിന്റെ ഹെയർ സ്റ്റൈൽ ആണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈൽ. ഓക്കെ ഓക്കെ. ട്രഡീഷണൽ ബ്രൈഡൽ ഹെയർ സ്റ്റൈൽ. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ട്രഡീഷണൽ ഹെയർ സ്റ്റൈൽ എന്നെ നന്നായിട്ടൊന്ന് ചേഞ്ച് ചെയ്തൊക്കെ ചെയ്യാറുണ്ട്. നന്നായിട്ട് സെറ്റ് ഒക്കെ ചെയ്താണ് ചെയ്യാറ്. പണ്ട് ഒരേ ഒരു പാറ്റേൺ ഇപ്പൊ ലേയേഴ്സും ഒക്കെ ഇട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ ബേസിക്കാ ജസ്റ്റ് ഓക്കെ ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാമോ? ഞാൻ പുള്ളിക്കാരിക്ക് കുഞ്ഞു ഫേസ് ആണ്. സോ ഞാൻ കുറച്ച് രണ്ട് സൈഡിലും ഒരു ഫുൾനെസ് കാണിക്കാനായിട്ട് ഞാൻ ക്രിംപ് ചെയ്തിട്ടുണ്ട്. ഹെയർ ഫ്രണ്ടിലും ഈ ഒരു ക്രൗൺ സെക്ഷനും ക്രിംപ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ പുള്ളിക്കാരിക്ക് കുറേം കൂടെ ചേരുന്നത് സൈഡാണ്. സോ സൈഡിൽ നിന്നാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ നെറ്റിച്ചുട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം ഗോയിങ് ടു ഗിവ് ദ പഫ്. ഇവിടെ ഒരു ചെറിയൊരു പഫ് കൊടുക്കുന്നു. ആൻഡ് സൈഡിൽ ചെയ്തിട്ട് നോർമലി ബാക്കി ട്രഡീഷണൽ. ഇപ്പൊ പഫ് വെക്കാനായിട്ട് അപ്പൊ ഈ പഫ് വെക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒരു പാർട്ടീഷൻ എടുത്തതിന്റെ ബാക്കിൽ ആ ഒരു ലെയർ എടുത്തിരിക്കും. അതെ അതെ. ഇത് നമ്മളിനി ബാക്ക് കോംബ് ചെയ്ത് പഫ് സെറ്റ് ബാക്ക് കോംബ് ചെയ്യണം. ബാക്ക് കോംബ് ചെയ്തിട്ട് സെറ്റിംഗ് സ്പ്രേ അടിക്കുക. എന്നാലേ അത് ആ ഒരു പഫിനെസ്സിൽ നിൽക്കത്തുള്ളൂ. എസ്പെഷ്യലി ബ്രൈഡലൊക്കെ ആകുമ്പോൾ ഒരുപാട് നേരം അതിനൊക്കെ നിൽക്കേണ്ടതാണ്. മെയിൻ ഈ മാലയൊക്കെ ഇടുമ്പോഴത്തേക്കിനും നമുക്ക് ഈ സെറ്റ് ചെയ്യുന്ന പഫ് അങ്ങ് അമ്മങ്ങി പോകുന്നതാണ് എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു. എസ്പെഷ്യലി ചെക്കൻ മാല ഇടുന്നൊരു ചടങ്ങുണ്ട്. അപ്പൊ തീരുമാനമാവാതിരിക്കാനാണ് നമ്മള് സെറ്റിംഗ് സ്പ്രേ. അപ്പൊ അതിന് ഓരോ ലെയേഴ്സ് ആയിട്ട് എടുത്ത് നമ്മുടെ ബാക്ക് കോംബ് ചെയ്ത് സെറ്റിംഗ് സ്പ്രേ ചെയ്ത്. ഓക്കെ. അപ്പൊ കറക്റ്റ് നമ്മൾ കോംബ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു ഹെയർ പിൻ വെച്ച് സെക്യൂർ ചെയ്യണം അല്ലേ? ഈ ഹെയർ സ്റ്റൈലൊക്കെ നമ്മുടെ ബ്രൈഡ് വരാൻ നേരത്തെ അവര് സജഷൻസ് ഒക്കെ തന്നിട്ടാണോ ചെയ്യുന്നത്? ഉറപ്പായിട്ടും നമ്മൾ പറയും ഇപ്പം നിങ്ങളുടെ ഫേസ് ഇന്നടുത്ത് ഇങ്ങനെ ഇപ്പം വീതി കൂടുതലാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ളത് പറയും. ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഇല്ല ചേച്ചി ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഫോട്ടോസ് അവർ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഭാവന സ്റ്റൈലൊക്കെ ഒരു സമയത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പം അങ്ങനെ അവർ എസ്പെഷ്യലി ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് ഇന്ന സ്റ്റൈല് തന്നെ മതി എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ ബ്രൈഡിന്റെ ഇതായിരിക്കും നമ്മൾ കൂടുതലും നോക്കുന്നത്. ഇപ്പൊ അങ്ങനെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഹെയർ സ്റ്റൈൽ ലെയറിംഗ് ആണ്. യെസ്, ഒരു 3D ഇത് വരും. ഓക്കെ. ഇത് കുറച്ച് എളുപ്പ വഴിയാണ്. നമ്മളിപ്പോ ബ്രൈഡലിനൊക്കെ പോയി നിൽക്കുമ്പോൾ നമുക്കില്ലാത്തൊരു സാധനമാണ് സമയം എന്നുള്ളത്. നമ്മൾ എത്ര ഇതായിട്ട് ചെയ്താലും അവസാന സമയം ഒട്ടും സമയം കിട്ടാറില്ല. സോ ഭയങ്കര ഹറിബറി ആയിട്ട് ചെയ്യാൻ നേരത്ത് ഒന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈൽ എളുപ്പ വഴിയാണിത്. അതെ, ഡോണറ്റ് വെച്ചു. ഡോണറ്റ് ഇത് ഇപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, വെറുതെ പിന്നലായിട്ട് ചെയ്യാനാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇത് ഞാൻ ചെയ്യുന്നത് നമുക്ക് പൂവിന്റെ ഇത് കുറച്ച് കുറയ്ക്കാൻ പറ്റും, ഫ്ലവറിന്റെ യൂസേജ്. കാരണം അവര് ശരിക്കും അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും തലകുനിച്ചു. ഡോണറ്റിന്റെ അകത്തൂടി മുടിയെടുത്ത് പുറത്തേക്കിട്ട് ബണ്ണൊക്കെ വെച്ച് സെക്യൂർ ചെയ്ത് അല്ലേ? അതെ. എക്സസ് വരുന്ന മുടീനെ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് ഞാൻ ഇവിടെ ഡോണിന്റെ ബാക്കി സൈഡിൽ ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ. എനിക്കൊന്നും ഇത് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമില്ല, അതിൽ പൂ വരുന്നുണ്ട്. അതെ അതെ. അപ്പൊ നമ്മൾ ഇവിടെ അധികം അങ്ങ് നീറ്റായിട്ട് ചെയ്ത് സമയം കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. വളരെ എളുപ്പ വഴിയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ് അല്ലേ? ഈ ഒരു ഭാഗം വരുമ്പോഴത്തേക്ക് നമ്മുടെ യൂപ്പിനല്ലേ ഹെയർ പിൻ വെച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഹെയർ പിന്നിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പാടാണ്, യൂപ്പിൻ വെച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. സോ നമ്മൾ നേരത്തെ ഇതുപോലെ മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നീറ്റായിട്ട് ആദ്യമേ പിന്നി കൊണ്ടുവരിക. പിന്നി കൊണ്ടുവന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ത്രെഡ് കെട്ടി വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൈഡലിന്
നമുക്ക് കയറ്റി വെച്ച് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കാവുന്നേ ഉള്ളൂ. അതും എളുപ്പ വഴിയാണ്. ഇത് ഡോണറ്റും കൂടെ ഉള്ളത് കൊണ്ട് നല്ല കട്ടിക്ക് അവിടെ ഇരുന്നു. അതെ, അത് പണ്ടത്തെ ഒരു ഇങ്ങനെ വെറുതെ ഒരു വര കാണുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ട്. അതെ. ഓരോ സ്ലൈസ് ഓഫ് ഹെയർ എടുത്തിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ അധികം ഞാൻ ബാക്ക് കോംബ് ചെയ്യുന്നില്ല, ചെറുതായിട്ടൊന്ന് പഫി ആയിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ചെറുതായിട്ടൊന്ന് ബാക്ക് കോംബ് ചെയ്തിട്ട് സെറ്റിംഗ് സ്പ്രേ. അപ്പൊ അവിടെ നിന്ന് ആ മുടി എടുത്ത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് സെക്യൂർ ചെയ്തു അല്ലേ? ബാക്കി ഈ സൈഡിൽ വന്നിരിക്കുന്ന മുടീനെ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ അതേപോലെ തന്നെ ബാക്ക് കോംബ് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ പോവാണ് അല്ലേ? ഇതിവിടെ ഒരുവിധം എല്ലാവരും ചെയ്യുന്ന ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, നമുക്ക് അധികം സമയം പിടിക്കത്തില്ല ബ്രൈഡലിന്. സോ നമ്മൾ ആൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്ലവർ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഹെയർ എല്ലാം ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഡെക്കറേഷൻ പരിപാടികൾ അല്ലേ? അപ്പോൾ ആദ്യം ഫ്ലവർ സെറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലവർ ഡെക്കറേഷൻ തുടങ്ങിയാണ് അല്ലേ? ഞാനിപ്പോൾ ഈ അരളി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അകത്തും കവർ ചെയ്യുന്ന രീതിയിൽ വെക്കുകയാണ് അല്ലേ? കാരണം ഇപ്പം ഈ ഡോണറ്റ് കാണുന്ന ഒരു ട്രെൻഡൊക്കെ പോയി. സോ അത് സെറ്റാണ്. ഓക്കെ, ഡോണറ്റിന് ചുറ്റും നമ്മൾ അരളിപ്പൂ വെച്ച് സെറ്റ് ചെയ്ത്. അതെ, ഇനി നെക്സ്റ്റ് അടി കൂടെ നമ്മളുടെ മുല്ല അല്ലെങ്കിൽ പിച്ചി ഇതിന്റെ അരളീന്റെ ചുറ്റുമായിട്ട് വെക്കാം അല്ലേ? ഓക്കെ, ഒരുപാട് വെക്കണം എന്നില്ല, ഡിസ്റ്റൻസ് ഇട്ടിട്ട് കുറച്ച് ഗോൾഡൻ ഡെക്കോർ വെക്കാണ് അല്ലേ? ഇത് വെച്ച് കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വലുതായിട്ടുള്ള ഒരു ആക്സസറി എടുത്തിട്ട് ഇവിടെ സെന്ററിൽ കൊടുക്കാം അല്ലേ? ഫ്ലവേഴ്സിന്റെ നടുക്കിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കഴിഞ്ഞു. എത്ര പെട്ടെന്ന് ഫിനിഷ് ആയി അല്ലേ? ഹെയർ സീറമോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യും? ഹെയർ സീറം നമ്മൾ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതേപോലെ ടൈറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള അബ്ഡൂസ് ചെയ്യുമ്പോൾ ആവശ്യമില്ല. ഇല്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ആയിരുന്നു, ഒരു ഹെയർ ഡു ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ഹെയർ നന്നായിട്ട് ചെയ്തു തന്ന മോഹന മാമിന് ഒരുപാട് നന്ദി. താങ്ക് യു. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.